ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, രാവിലെ എണീക്കുമ്പം അതിരാവിലെ എണീക്കുമ്പോൾ എന്ത് സുഖമാണ് ഗൈസ്. എൻ്റെ വീടിൻ്റെ സ്ട്രെസ് റിലീഫ് സ്ഥലമാണ് എൻ്റെ വീടിൻ്റെ ടെറസ് ഗൈസ്. ഇവിടെ വന്നാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന, പാട്ട് കേൾക്കുന്ന, നല്ല റിലാക്സ് ആവുന്നൊരു സ്ഥലമാണ് ഗൈസ് വീടിൻ്റെ ടെറസ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയാൻ വന്ന വേറൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ബോഡിക്ക് ഒരു വയ്യായ്മ, ഒരു തളർച്ച പോലെ, എന്താണെന്നറിയാൻ വയ്യ. ഭയങ്കര ഒരു മടി, ഒരു തളർച്ച, ഒരു ക്ഷീണം ബേസിക്കലി ക്ഷീണം, ഫുൾ ടൈം ക്ഷീണം ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു. മോണിറ്റർ ചെയ്ത് നോക്കി, കുറച്ച് ദിവസം നോക്കി. അത് ഒരു ദിവസം 1-2 ദിവസം ഉണ്ടായതാണോ എന്ന് നോക്കിയപ്പോൾ അല്ല, അതൊരു ഒരാഴ്ചയോളം, ഏകദേശം ഒരു 1 വീക്കോളം ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, അറിഞ്ഞുകൂടാ, വല്ലാതെ നമുക്കൊരു ബോഡി വീക്കാവുന്ന പോലെയും, ഭയങ്കര മടി, എന്തെങ്കിലും ചെയ്യാൻ മടി, വർക്കൗട്ട് ചെയ്യാൻ മടി. വേറെ ഒന്നുമല്ല, വർക്കൗട്ട് ചെയ്യാൻ മടി എന്ന് പറഞ്ഞാൽ എനിക്ക് ബേസിക്കലി പൊതുവേ വർക്കൗട്ട് ചെയ്യാൻ മടി ഒരിക്കലും തോന്നാറില്ല. എന്തിനൊക്കെ മടി തോന്നിയാലും വർക്കൗട്ട് ചെയ്യാൻ മടി എനിക്ക് വരാറില്ല. മനസ്സിലായില്ലേ? ഇത് ഏത് പാതിരാത്രി ആയാലും ഏത് സമയത്തായാലും വർക്കൗട്ട് ചെയ്യാൻ ആവേശമേ വന്നിട്ടുള്ളൂ. നമുക്ക് ഏത് നേരം ഫുൾ ടൈം ഡോപ്പമീൻ റഷ് ഫുൾ ടൈം ഉണ്ട്. അപ്പം അതിന് മടി വന്നു കഴിഞ്ഞാൽ എന്തോ ബോഡിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് അർത്ഥം. നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലം അല്ല എന്ന് മനസ്സിലാക്കി. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ വർക്കൗട്ട് ചെയ്യാൻ സമയത്തോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ക്ഷീണവും ഒരു തളർച്ച, പിന്നെ ബോഡീനെ വലിയുന്ന പോലെ, ഈ ഞരമ്പൊക്കെ വലിയുന്ന പോലെ ഒരു തോന്നലും, പിന്നെ എന്താ പറയുക, നെഞ്ചിലൊക്കെ ഒരു പിടുത്തം, എന്താ പറയുക, ഒരു സ്റ്റിഫായിട്ടൊരു പിടുത്തം, പിന്നെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി. അപ്പം അങ്ങനെ തോന്നൽ വന്നപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു, വെള്ളം കുടിക്കുന്നത് കുറച്ച് കുറഞ്ഞായിരുന്നു. അപ്പം വെള്ളം കുടി കുറവും പിന്നെ ഉറക്കം, ഇത് രണ്ടിൻ്റെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അത് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മളൊരു റൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി, കൺഫേമായി അതിൻ്റെ തന്നെയാണ് എന്നുള്ള. കാരണം വെള്ളം കുടി, ഹൈഡ്രേഷൻ നമുക്ക് മസ്റ്റാണ് ഗൈസ്. അപ്പം ഹൈഡ്രേഷൻ എന്തൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിലും എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും വെള്ളം കുടിക്കണം. മിനിമം 2 to 3 liters ഓഫ് വാട്ടർ ഡെയിലി നമ്മൾ കുടിച്ചേ പറ്റൂ, കൺസ്യൂം ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മെഡിസിൻ എന്നുള്ളത്, വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കൃത്യമായിട്ട് കുടിക്കുക. വെള്ളം ദാഹിക്കുമ്പോൾ മാത്രമല്ല കുടിക്കേണ്ടത്, അല്ലാത്തപ്പോഴും കുടിക്കുക. അപ്പം അത് ഞാൻ റെക്ടിഫൈ ചെയ്തു. വെള്ളം നന്നായിട്ട് കുടിച്ചപ്പോൾ ആ ഒരു ഞരമ്പ്, എന്താ പറയുക, വെയിൻസിലോട്ട് ആ വലിവും ആ ഒരു ബുദ്ധിമുട്ടും കുറഞ്ഞു. പിന്നെ ഉറക്കം നമുക്ക് പൊതുവേ വളരെ കുറവാണ്. അപ്പം അത് ഫിക്സ് ചെയ്യാൻ ഒരേ ഒരു വഴിയുള്ളൂ. എന്താ വഴി? ഉറങ്ങുക. അത് ഫിക്സ് ചെയ്യാനുള്ളൊരു വഴി ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നോക്കി. അപ്പം ഉറക്കം നമുക്ക് ഈ ടൈമിങ് ഭയങ്കരമായിട്ട് തെറ്റുന്നുണ്ട്. പിന്നെ ഉറങ്ങുക എന്നുള്ളത് മസ്റ്റാണ് ബോഡിക്ക്. ഞാൻ ഇന്നലത്തെ എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞ പോലെ നമുക്ക് എത്രത്തോളം നമുക്ക് വർക്കൗട്ടൊക്കെ ബോഡിക്ക് ആവശ്യമുണ്ടോ അത്രയും തന്നെ ബോഡിക്ക് റെസ്റ്റ്, ഉറക്കമൊക്കെ, സ്ലീപ്പൊക്കെ ആവശ്യമാണ്. അപ്പം അതൊരു പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി നേരത്തെ കിടന്നുറങ്ങി. ഇന്നലെ രാത്രി കുറേ നാൾക്ക് ശേഷം പ്രോപ്പറായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങിയിട്ട് എന്താ സംഭവിച്ചാൽ അതിരാവിലെ നമ്മുടെ അലാം അടിക്കുന്നതിന് മുന്നേ കൃത്യമായിട്ട് എണീറ്റു. ഫ്രഷ് ഫീലിംഗ്, നല്ല വെള്ളം കുടിച്ചു. ഇന്നലെ ഫുള്ള് നന്നായിട്ട് വെള്ളം കുടിച്ചു. രാത്രി പ്രോപ്പറായിട്ട് കിടന്നുറങ്ങിയപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഗൈസ് ആ പഴയ ഒരു എനർജി ഫീലിംഗ് തിരിച്ച് കിട്ടി ഗൈസ്. അങ്ങനെ അതവിടെ സോൾവായി. അപ്പം നിങ്ങൾ ഓർക്കുക, ഈ 2 കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ആലോചിക്കേണ്ടത്. വെള്ളം കുടിക്കുക, വെള്ളം കൃത്യമായിട്ട് കുടിക്കുക, പിന്നെ ഉറക്കം. ഇത് 2 മസ്റ്റാണ്. ഫുഡ് കഴിക്കുക, അതിനോടൊപ്പം ഇത് 2 മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ്. അപ്പം വല്ലാണ്ട് വിഷമിച്ച് പോയി ഗൈസ് കഴിഞ്ഞ ഒരാഴ്ച. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഇന്നേ വരെ ഒരു മടി തോന്നിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. കാരണം എന്നെ ഏറ്റവും കൂടുതൽ അവർക്ക് ദേഷ്യം വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴെവിടെയും പുറത്ത് പോകാനൊക്കെ നിൽക്കുമ്പം ഞാൻ അവരുടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാൻ തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതവന്മാർക്ക് കലിയാണ്. ഇപ്പം ജേക്കബായാലും സുനിലായാലും റൂബനൊക്കെ അറിയാം. ഞാനത് പറയുന്ന അവന്മാർക്ക് മനസ്സിലാവും. അതായത് ഞാൻ എപ്പോഴും, എനിക്ക് ഒട്ടും മടിയില്ലാത്ത, ഏറ്റവും കൂടുതൽ ഞാൻ മസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം വർക്കൗട്ടാണ്. അപ്പം ഒരു ദിവസത്തിൽ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് നേരമെങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡുള്ളതാണ്. നമുക്ക് ആ ഒരു മടി വരാറില്ല എന്നേ വരെ. പക്ഷേ നമുക്ക് ആ ഒരു മടി വന്നപ്പോൾ ഭയങ്കര പേടിയായിപ്പോയി. എന്തോ സംഭവമുണ്ട്, എന്തോ ബോഡിക്ക് എന്തോ
പ്രോബ്ലം നടക്കുന്നുണ്ടെന്നുള്ള മനസ്സിലായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ഇത് പറഞ്ഞ് തുടങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, ഭക്ഷണം നന്നായിട്ട് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. രാത്രിയൊക്കെ നൈറ്റ് ടൈം ബോഡിക്ക് ഉറക്കം അത്യാവശ്യമാണ്. ബാക്കിയുള്ള സമയത്തും പോലെയല്ല നൈറ്റ് ടൈം. അപ്പോൾ നൈറ്റ് ടൈം നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. എൻ്റെ കൈ വിറയ്ക്കുന്നു. നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. രാവിലെ എണീക്കുക, അതിരാവിലെ തന്നെ എണീക്കുക. ഫ്രഷ്, അത് വേറൊരു ഫീലിംഗാണ് ഗൈസ്. നമുക്ക് അത് നമ്മുടെ എനർജി തിരിച്ച് കിട്ടിയായിട്ട് തോന്നും. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഇത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ടിലോട്ട് ഇന്നിപ്പോൾ കുറേ നമുക്ക് ശേഷം രാവിലെ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ ചായ റെഡിയായി ഗൈസ്. നമുക്ക് ചെറിയ കൊണ്ട് കൊടുക്കാം മുകളിൽ. എലിക്കുട്ടി ബാ, മുകളിൽ പോവാം. ബാ, ചായ കൊടുക്കാം. ബാക്കളെ ബാ. എലിക്കുട്ടി നമ്മുടെ പട്ടിക്കുട്ടിയാണ്, പൂച്ചക്കുട്ടിയല്ല. ബാ മുകളിൽ ബാ. ബാ 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 ബാ. ഓടിബാ ഓടിബാ. നമുക്ക് പോയി ചായ കൊടുക്കാം. എത്തി ഗൈസ്, മിലിക്കുട്ടി എത്തി. നീ വന്നേ, നമുക്ക് ചായ എടുക്കാം. ബാ. ഓക്കേ. Chai ready, chai ready. ഗൈസ്, ചെറി രാവിലെ എണീറ്റ് ഗൈസ്. സംഭവം ഞാൻ സംഭവം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ചെറിയ രാവിലെ എണീറ്റ് ഉണ്ടായി. രാവിലെ ചെറിയ എണീറ്റ് ഗൈസ്. എന്നിട്ട് താഴെ ഇറങ്ങി വരികയും ചെയ്യും. അപ്പം ഞാൻ ചായ ഇട്ടുകൊണ്ട് മുകളിൽ അവൾക്ക് നമ്മൾ എസ്തെറ്റിക്, നമ്മൾ ഈ ഫോട്ടോഷൂട്ട് പോലെ അവളിങ്ങനെ എണീക്ക് ഉണരുമ്പോൾ ചായ കൊടുക്കാന്നുള്ള മുകളിൽ ഞാൻ അവിടുത്തെ പോയി തിരിച്ചു പോയി കിടക്കടിയെന്ന് പറഞ്ഞു. തിരിച്ചു പോയി കിടന്നിട്ട് എണീക്കുമ്പോൾ അഭിനയിക്കാൻ പറഞ്ഞു. ആ അഭിനയമാണ് ഗൈസ് കണ്ടത്. സോറി, ക്ഷമിക്കും. പക്ഷെ നമ്മളെ കൊണ്ടത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കി. അതാണ് ചെറിയ രാവിലെ എണീറ്റ് സൂപ്പർ അഭിനയമാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ചായ കുടി, ചായ കുടി. സൂപ്പറല്ലേ ചായ കുടി. എന്തൊരു അഭിനയാണ് നീ, എക്സ്ട്രാ ഓർഡിനറി. ഞാൻ ഒരു വെള്ളം കുടിച്ചിട്ട് പറയാല്ലേ, ചിലപ്പോൾ നീ ചിരിച്ച് നിന്നെ മണ്ടയിൽ പോവും. ഞാനൊരു കോമഡി പറയട്ടെ. സൂപ്പർ കോമഡിയാണ്, വേറെ ലെവലാണ്. ഇപ്പോൾ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഓർമ്മ വന്നൊരു കോമഡിയാണ്. ചിരിച്ച് ഇതുപോലെ ചിരിച്ച് മണ്ടേ പോല് കേക്ക് ചിരിച്ച് ചായ മണ്ടയിലൊന്നും പോല്. സൂപ്പർ കോമഡിയാണ്.
നീ പറഞ്ഞില്ലേ ചായ വിത്തൗട്ട് ചായ ഇട്ടിടാൻ പറഞ്ഞത്. ചായ വിത്തൗട്ട് ചായ ഇടാൻ പറയുമ്പോൾ ചായ ഇടുന്ന ആൾ വിത്തൗട്ട് ഇടുമോ അതോ കുടിക്കുന്ന ആൾ വിത്തൗട്ടായിട്ട് ഇന്ന് കുടിക്കുമോ? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ. ഇത് ഇടണ്ടല്ലേ, ഇത് കട്ടിയല്ലേ. കുടി ചായ കുടി. അപ്പം ജെറിയുടെ വിത്തൗട്ട് ചായ കുടിക്കുന്നു. ഓക്കെ ബൈ ബൈ. സ്ട്രെസ് ബസ്റ്റർ മിലിക്കുട്ടി. അയ്യോ ഹലോ ഗൈസ്, അപ്പം രാത്രിയായി സമയം. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് വേറെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം ഇത് നമ്മുടെ വർക്കൗട്ട് വ്ളോഗ്സിൻ്റെ പിന്നിലായിരുന്നു. അപ്പം അതിൽ കുറേ സമയം പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും. പിന്നെ അല്ലാതെ കുറച്ച് പണിയുണ്ടായിരുന്നു. അങ്ങനെ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച്. അപ്പോൾ ഇപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ വർക്കൗട്ട് വ്ളോഗിൽ വീഡിയോയിൽ കണ്ടു നോക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഞാൻ എന്താ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് ഗൈസ്. സെറി ഇപ്പോൾ വരും. സെറിക്ക് ഓഫീസിൽ നിന്ന് വരാൻ സമയമായി. അപ്പം സെറിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇപ്പോൾ സെറിയും കൂടെ വന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. സെറി എത്തിയെന്ന് തോന്നുന്നു ഗൈസ്. എത്തിയിട്ടുണ്ട്. ക്യാബ് ഇതാ വരുന്നു. ദേ വന്നു സെറി. ഗേറ്റ് അടയ്ക്ക്. കണ്ടുകൂടെ ഗേറ്റ് അടയ്ക്ക്. കയറി വന്നു ഗൈസ്. ഞാനിങ്ങനെ ക്ലോസ് ചെയ്യുമായിരുന്നു, വൈൻഡപ്പ് ചെയ്യുമായിരുന്നു. അപ്പം നീ വന്നിട്ട് ഇവിടെ ക്യാമറ നീ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ക്യാമറ ഒന്ന് പിടിക്കാൻ വയ്യ, കൈയൊക്കെ വിറയ്ക്കുന്നു. അപ്പം നീ തന്നെ ക്ലോസ് ചെയ്തു ശരിയാക്കി. അപ്പോൾ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. ഇന്നത്തെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. നാളെ നമുക്ക് കാണാം. വീഡിയോസൊക്കെ കാണും, ഫോളോ ചെയ്യൂ, എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ.